അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസിയേ നുസിയേ ആയിഷുമ്മ വിളിക്കുന്നു. ആ എന്തോ ഉമ്മ? എടി പെണ്ണേ, ആ മിസ്രിയെ പോയിന് ശേഷം എന്താണെന്നറിയില്ല, ഒരു പൊറുതിയേടില്ലേ ഉമ്മ. സത്യമായിട്ടും എനിക്ക് അവളെൻ്റെ ആരുമല്ല, പക്ഷേ എൻ്റെ ആരൊക്കെയോ ആയി തീർന്നുമ്മ. 2 ദിവസം കൊണ്ട് അവൾ സത്യമായിട്ടുമ്മ ഞാൻ ഒരുപാട് അവളെ മിസ് ചെയ്യുന്നുണ്ട്. എടി എന്നാ ഞാൻ കൊണ്ട് കൊണ്ടുവരാൻ പറയാം. അല്ല ഞാനിപ്പോൾ അല്ലുമ്മ, ഇനിയിപ്പോൾ എങ്ങനെ ഇവർ വരിക? അതിപ്പോൾ ഷാമോനോടൊക്കെ പറഞ്ഞാൽ മതി. ഉമ്മ, ഷാമോന് പോണ്ട, നമുക്കും കൂടെ പോകാം. ഒരു പക്ഷെ അവൾ ഒറ്റയ്ക്കാകുമ്പോൾ വന്നില്ലെങ്കിൽ അതും നേരെ തന്നെയാണ്. കാരണം പിന്നെ ആൾക്കാരെ കൊണ്ടത് ചൂന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങാന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ ഇപ്പം അതിനൊന്നും നിൽക്കണ്ടല്ലോ. ഏതായാലും നമ്മളൊക്കെ ഇള്ളാൻ വെക്കാം. ഇനിയിപ്പോൾ വരുമോ എന്നാവോ. ഫസീലാക്ക് നല്ലോ ഓളെ പിടിച്ചിക്കണ് തോന്നുന്നുണ്ട്. ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ, ഓളോട് ഒരുങ്ങി നിൽക്കാൻ പറയട്ടെ. എന്നാ ഫസീലയുടെ നമ്പർ ഒന്ന് നോക്കി കാട്ടിക്കാടി. ആ ഹലോ. ഫസീലയുടെ ഫോൺ ബെല്ലിലേക്കുന്നു. അവൾ ഫോൺ എടുത്തു. ഉമ്മ. ഹലോ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ. അല്ല മോളെ, എവിടെ? ഇവിടെ നിന്നൊരു വിരുന്നേരത്തെയാണ് പോന്നീനല്ലോ. എൻ്റെ പൊന്നാരുമ്മ, അവൾ 2 ദിവസം കൊണ്ട് ഇവിടെ നിൽക്കട്ടെ, അല്ല ഞാൻ ശരിയാവില്ല. അതെന്താ വേണേ? ഒന്നുമല്ലുമ്മ, അതെ അവളിവിടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞനിയത്തെ കിട്ടിയ പോലെയാണ് മാ. സത്യമായിട്ടും മോളെ, ഇവിടെ അതിലേറെ പൊറുതിയേട്. മിസ്സിരിൻ്റെ അടുത്ത് ഫോൺ കൊടുത്താ. മിസ്സിരി, ഉമ്മ വിളിക്കുന്നു. അതെ, ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മിസ്സിലേക്ക് തോന്നി, റബ്ബേ എൻ്റെ ഉമ്മയായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം കൊതിച്ചു പോയി. പക്ഷേ എന്നെ ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ എനിക്കൊരാളില്ലല്ലോ. എന്നാൽ അവൾ പെട്ടെന്ന് ഓടി വന്ന്, ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ മിസ്രിയെ പോരുന്നില്ല ഇങ്ങോട്ട്. ഇജ്ജ് ഇവിടുന്ന് പോയതിന് ശേഷം പൊന്നാര മോളെ ഇവിടെ ഒരു പൊറുതിയേട്. എൻ്റെ നുസിനോട് പറയണേ ഉമ്മ, ഓള് പോയിട്ടൊരു രസമില്ലല്ലേ, ഉണ്ടാവുമ്പോൾ നല്ല രസമാണല്ലേ. ഉമ്മ ഇൻഷാ അല്ലാ ഞാൻ വരാട്ടോ. ഇവിടെ എത്തി എന്നെ പിടിച്ചു വെച്ച് പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക? ഉമ്മ സത്യം പറയട്ടെ, എനിക്ക് നിങ്ങളൊക്കെ തരുന്ന ഈ സ്നേഹം അത് തന്നെയാണ് എൻ്റെ ജീവിത വിജയം. സത്യമായിട്ടും ഉമ്മ, ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനത്തെ സ്നേഹം ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഉമ്മയായിട്ടും ഇത്താത്തമാരായിട്ടൊക്കെ എനിക്ക് എല്ലാവരും ഉണ്ട്, ഇക്കാക്കയായിട്ടും. സത്യമായിട്ടും ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ ഉമ്മ, എനിക്ക് പടച്ചോനായിട്ട് തന്നതാണ് ഇങ്ങനൊരു ഫാമിലിയെ. ഉമ്മ ശരിക്കും അതാ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മയും കരഞ്ഞുപോയി. മോളെ, അനക്ക് ഉമ്മയും ബാപ്പിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് ഇവിടെതാ ഉമ്മയായിട്ടും താത്താരായിട്ടും ഇക്കാക്കായിട്ടും എല്ലാവരും ഇല്ലേ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. പടച്ച റബ്ബ് ഞമ്മക്കതൊക്കെ അനക്ക് തിരികെ തന്ന പോലെ ആയില്ലേ. ഉമ്മ സത്യമായിട്ടും എനിക്കൊരു ഉമ്മയെ കിട്ടിയ പോലെയാണ്, ഇത്താത്തമാരെ കിട്ടിയ പോലെയാണ്. അത്രക്കും സ്നേഹമാണ് എല്ലാവർക്കും എന്നോട്. മോളെ, എന്നാൽ ക്ഷാമം വന്നിട്ട് പറഞ്ഞേക്കാം കേട്ടോ. ഉമ്മ എന്നാൽ ഫസീലത്ത് പറഞ്ഞു, ഉമ്മ 2 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. എൻ്റെ പൊന്നാര പെണ്ണെ 2 ദിവസം കൂടെ ഒക്കെ അവിടെ നിൽക്കാന്നൊക്കെ വെച്ചറിഞ്ഞിപ്പോൾ ഓന് വാഫിസ്താദ് ഓന് പോണ വർത്താനം പറയുന്നുണ്ട്. കാരണം ഓന് കുറച്ച് ദിവസം ലീവ് എടുത്ത് വന്നതല്ലേ പെങ്ങളേറ്റ്. അപ്പോൾ അവിടുത്തെ ആൾക്ക് പോകണം അങ്ങനെയും പറയുന്നുണ്ട്. ഉമ്മ അപ്പം മിസ്രി പോവോ? ഫസീലയുടെ ചോദ്യം. മോളെ, അത് എങ്ങനെ അവളുടെ കോളേജ് കിട്ടിയിട്ട് കയറണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഓൻ പോയി കഴിഞ്ഞാലും നമ്മൾ എടുത്ത് ഈ കുട്ടിയെ നിൽക്കണതിന് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെന്ന് വെച്ചാൽ ഓളെ നല്ലപോലെ നോക്കും. എനിക്ക് പിന്നെ ഇവിടേക്ക് പുത്തൻ വീട് തറവാട്ടേക്ക് ആരൊക്കെ തന്നെ വന്നാലും എനിക്ക് മക്കളെപ്പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. റബ്ബെ, ഒരാൾ ഞാൻ വേണ്ടാത്ത രീതിയിൽ കരുതിയിട്ടേ ഇല്ല. ഈ മിസ്രിയ മോളും തന്നെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഷാമോൻ്റെ ചെറിയൊരു അനിയത്തിപ്പെണ്ണ് താഴെ കുട്ടികളെ പോലെ സത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും പഠിച്ചോനെ. എന്നാൽ അതാ ഉമ്മ, എന്നാൽ ഇന്ന് വേണ്ട, നാളെ പോകാം. 1 ദിവസം കൂടി ഉമ്മ പ്ലീസ്. ഫസീല കെഞ്ചി. എന്നാ ഫസിയെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ തൃപ്തിയോണം അങ്ങനെ ആയിക്കോട്ടെ. എന്തിയേ ഇൻഷാ അല്ലാ. എന്നാൽ അതാ ഫസീലയ്ക്ക് സന്തോഷമായി. അവൾ മിസ്രിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പൊന്നുമോളെ, സത്യമായിട്ടടി ഈ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കണ്ടില്ലേ, മക്കളൊക്കെ നിൻ്റെ അടുത്തേക്ക് കൂടിക്കൂടി വരുന്നത് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സത്യമായിട്ടും. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു കോളിംഗ് ബെൽ മുഴങ്ങുന്നു. ആരാ പുതിറബേ ഈ സമയത്ത് ഇപ്പോൾ ആരാ? ഫസീല അതാ വാതിൽ തുറക്കുന്നു. അത് ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
ആരത്? എന്താടാ ഈ സമയത്ത്? കുഞ്ഞോ? ഇന്നിപ്പോൾ എന്തൊരു പതിവില്ലാതെ ഈ ഒരു സമയത്ത് വരവ്? ഇതെന്താ? കൈകളിൽ കുറേ കവറൊക്കെ ആയിട്ടാണ് കുഞ്ഞ് വരുന്നത്. ഇതെന്ത് മോനെ? അതൊക്കെയുണ്ട്. അല്ല, എന്തിപ്പോൾ ഈ ഒരു സമയത്ത്? ഒന്നുമില്ല എൻ്റെ പൊന്നിത്ത. അത് ഷ്യാമോൻ പറഞ്ഞു എന്നോട്, കുറച്ച് ക്യാഷൊക്കെ തന്നു, എനിക്ക് സാലറി കിട്ടി, ഇനി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോയിക്കോന്നും പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞേച്ചതാ. മാഷാ അല്ലാ. ഇതെന്തൊക്കെയാ മോനെ? ഇത് കുറച്ച് സാധനങ്ങളാണ്. ഇതെന്താ ടെക്സ്റ്റൈൽസ് പോയോ? ദാ, ഇതെൻ്റെ ഉമ്മാക്ക്, ഇത് ഉപ്പാക്ക്, ഇത് ഇത്താക്ക്, മക്കൾക്ക്, അപ്പോൾ ഇത് മിസ്രിക്ക്. ശരിക്കും ഫസീൽ ഞെട്ടിപ്പോയി. മോനെ സത്യമായിട്ടും എന്തപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയത്? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുമ്പോഴേ അവൾക്ക് എടുക്കാൻ ഞാൻ മോശമല്ലേ? നമ്മളെ വീട്ടിലിപ്പോൾ നിൽക്കുകയല്ലേ? എൻ്റെ പൊന്നു ചെക്കനെ, സംഭവം ഞാൻ പറഞ്ഞു കൊടുത്തിക്കനെ എത്തുട്ടോ. ആ ആ ആ എന്ത് ഇത്താ, നമ്മൾ വീട്ടിൽ ഗസ്റ്റിന് നമ്മൾ കൊടുക്കണ്ടേ? എന്നാൽ അതിൻ്റെ കൂടെ അതാ ഒരുപാട് ഫ്രൂട്ട്സും എന്തൊക്കെ സ്നാക്സും എല്ലാം അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് മട്ടനും ചിക്കനും അതും ഉണ്ട്. അതേ ഇത്ത, നിങ്ങളൊന്ന് മട്ടൻ ബിരിയാണി വെക്കുമോ? നല്ല ടേസ്റ്റാണ് നിങ്ങളെ മട്ടൻ ബിരിയാണിക്ക്. എൻ്റെ പൊന്നാര ചെക്കാ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ആ, നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഉള്ളതല്ലേ. മിസ്രി, മോളെ മിസ്രി. ആ, എന്തേ ഇത്ത? മോളെ ഇവിടെ വന്നാ, ഇത് നോക്ക്. ഇതെന്തേ ഇത്ത? ഇത് നോക്ക്. അവളത് ഓപ്പൺ ചെയ്ത് നോക്കി. മാഷാ അല്ലാ, നല്ല ഭംഗിയുള്ള പർദ്ദ. ഇത്തയുടേതായിരിക്കുമല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. മോളെ, ഇത്താക്കുള്ള ഇവിടെ വേറെ ഉണ്ട്, അത് നിനക്കാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു പർദ്ദ വളരെയധികം മനോഹരമായിട്ടുള്ളതായിരുന്നു. അതെ, വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു തുണിയും അതിൽ അടിപൊളി പാകത്തിലുള്ള വർക്കുകളും എല്ലാം കൂടി ആയപ്പോൾ അടിപൊളി സെറ്റപ്പായിരുന്നു. മോളെ മിസ്രി, നീ അതൊന്ന് ഇട്ട് നോക്കടി. അല്ലോ ഇത്ത വേണ്ട, ഇത് ഇത്താക്കുള്ളതല്ലേ, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ? അല്ല, സത്യമായിട്ടും നോക്ക്, ഉമ്മാക്കുള്ളതും എനിക്കുള്ളതും നിനക്കുള്ളതും. പിന്നെ കുഞ്ഞുവിന് സാലറി കിട്ടിയ ദിവസമാണ്. അവൻ സാലറി കുറച്ച് കൂടുതലായി കിട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊണ്ടുവരും. അതെ, പെരുന്നാളിന് അന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്കൊന്നും എടുത്തു തരാൻ പറ്റിയില്ലല്ലോ. ആ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. സത്യമായിട്ടും മിസ്സരി, ഇതൊന്നും ഇട്ട് വാടി പ്ലീസ്, എനിക്ക് കാണാനുള്ള കൊതി കൊണ്ടാണ്. എന്നാൽ അതാ ശരിക്കും നമ്മുടെ കുഞ്ഞു, അവന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവന് ആരോടെ ചോദിക്കുക ഇഷ്ടപ്പെട്ടോ എന്നൊന്നും. എന്നാൽ നേരെ അത് ഉമ്മയുടെയും ഉപ്പയുടെയും റൂമിലേക്ക് ചെന്നു. ഉപ്പ, ഉമ്മ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നാര മോനെ, ഇപ്പം എന്തിനെൻ്റെ കുട്ടി പൈസ ഇല്ലാത്തോടത്ത് ഇത് എടുത്തത്? പെരുന്നാക്കിൻ്റെ കുട്ടി എടുത്തതല്ലേ, ഇനി ഇപ്പോൾ ഒരാവശ്യമില്ലേനല്ലോ. എൻ്റെ പൊന്നാരുമ്മ, അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടോ അത് പറ. എനിക്ക് നല്ലോണം പാകം. ഇങ്ങോട്ട് നോക്ക് എടി, അതൊന്ന് ഇട്ട് കൊടുത്താ ആ ചെറുക്കനത് കണ്ടോട്ടൊന്ന്. എൻ്റെ മനുഷ്യ, എനിക്ക് പെടാനൊന്നും നീച്ചിട്ട് വേണം. എന്നാൽ അപ്പോഴേക്കും അതാ കുഞ്ഞു വന്ന് ഉമ്മയുടെ തലയിലൂടെ ആ പർദ്ദ ഇട്ട് കൊടുത്തു, ആ ഷാളും ചുറ്റി കൊടുത്തു. ആഹാ, എൻ്റെ ഉമ്മ സുന്ദരിയാക്കണല്ലോ. പോവാ കുട്ടി അവിടുന്ന്, ഓൻക്കിന്നെങ്ങനെ കൊഞ്ചിക്കണം, അതൊരു പൂതിയാണ്. എന്നാൽ ഉപ്പ പറഞ്ഞു, ആ അത് പിന്നെ ഭാഗ്യം തന്നെയല്ലേ, ഇങ്ങനെയുള്ള മക്കളല്ലടി വേണ്ടത്. നമ്മളടുത്ത് വന്ന് കൊഞ്ചണ മക്കളെന്ന് വെച്ചാൽ അത് നമ്മളെ ഭാഗ്യം തന്നെ അല്ലടി. ആ ശരിയാണ് മനുഷ്യ, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഈ കുട്ടിക്ക് ഇതൊക്കെ ഒരു പൂതിയാണ്. ആ, അപ്പോൾ കണ്ടില്ല പോട്ടം പിടിച്ചല്ലോ തുടങ്ങിയാൻ. ആ ഉപ്പ, ഉമ്മ നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കുമോ? എൻ്റെ പൊന്നാര കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റക്കണ്. എന്നാൽ ഉപ്പ, അതിനെന്താടി, ഓൻ്റെ ആഗ്രഹമല്ലേ. ഉപ്പ അപ്പോഴേക്കും ആ വെള്ളത്തുണിയും വെള്ള ജുബയും അതാ ആ ഒരു തലയിൽ കെട്ടൊക്കെ കെട്ടി നല്ല മട്ടത്തിന് അവിടെ ഇരുന്നു ഉമ്മാൻ്റെ അടുത്ത്. ഉപ്പ, നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് അടുത്തേക്ക് ഇരുന്നാണ്, ഉമ്മാൻ്റെ തോളിൽ നിന്ന് കൈയിട്ടാണ്. എൻ്റെ പൊന്നാരേ, ഇത് വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ഇത് പുതിയെണ്ണും പുതിയ അപ്പടിയാ, വല്ലാത്തൊരു പുതുമ. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ, എൻ്റെ ഉമ്മയും ഉപ്പയും പുതിയാപ്പിളയും പുതിയെണ്ണും ആയിട്ടല്ലേ ഞങ്ങളൊക്കെ ഉണ്ടായത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഓ എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടിൻ്റെ ഒരു പൂതി, വല്ലാത്തൊരു പുതുമ തന്നെ. എന്നാൽ എൻ്റെ പെങ്ങളെയും വിളിച്ചോ. ഉമ്മ, പെങ്ങളെ വിളിക്കുക, നിങ്ങൾ അതിന് മുമ്പ് ഒപ്പൊന്ന് ഒപ്പം നിന്നിട്ട് രണ്ട് പേരും കുറച്ച് ഫോട്ടോസൊക്കെ രണ്ടാളും എടുത്തിട്ട് എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ സൂക്ഷിക്കണം. എനിക്ക് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും കാണാൻ തോന്നുമ്പോൾ അങ്ങനെ നോക്കാനാണേ. എന്നാൽ അത് കേട്ടപ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ,
ഇതൊക്കെ എത്ര കാലം ഇനി ഉണ്ടാവുന്നാവോ. ഇടങ്ങാറാണ് ഇവിടുന്ന് പോകുമ്പോൾ. എൻ്റെ ഉമ്മാനെ നല്ലോ നോക്കണം കേട്ടോ. എൻ്റെ ഉമ്മ പാവണടാ, ഓള് പാവാണ്, നല്ലോ നോക്കണം കേട്ടോ. ഇപ്പം വൈകാതെ തന്നെ പോകും ഇവിടുന്ന്. എന്നാൽ അത് ഉമ്മ പറഞ്ഞു, നിങ്ങൾ പോവില്ല, ഞാൻ ഫസ്റ്റ് പോയിട്ട് നിങ്ങൾ പോയാൽ മതി. ഒരിക്കൽ പോലും നിങ്ങൾ പോയിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പോവുകയാണ്, നമുക്ക് രണ്ടാക്കും ഒപ്പം പോകാലേ. എന്നാൽ പെട്ടെന്ന് കുഞ്ഞു, അല്ലുമ്മ നിങ്ങൾ രണ്ടുപേരും ഇതങ്ങ് തീരുമാനിച്ചാൽ എനിക്കറിയണ്ടാകുക. ശരിക്കും അവിടെ വല്ലാത്തൊരു സങ്കടകരമായ നിമിഷങ്ങളാണ് അരങ്ങേറിയത്. അത് കുഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും പൊന്നു പോലെ നോക്കുന്നുണ്ട്. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഞങ്ങൾ എങ്ങനെ വെച്ചാൽ നോക്കിക്കണ്, ഇതൊന്നും വേണ്ടില്ലേനു മോനെ, എങ്ങനെ വെച്ചാൽ അതെ അത്രക്കും എൻ്റെ കുട്ടി ഞങ്ങളെ നോക്കിക്കണ്. എൻ്റെ കുട്ടി ഗൾഫൊക്കെ പോകുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നാലും ആ പുത്തൻ വീട് തറവാട്ടത്തെ ആ പൊന്നാര മോനെ ഷാമോനെ അങ്ങനെ ഒരു ജോലി തന്നുകൊണ്ട് മോനെ കഴിച്ചിലായതല്ലേ നമ്മൾ. അൽഹംദുലില്ലാ, ആ കുട്ടീനെ പഠിച്ചോ നന്നാക്കട്ടെ. മോനെ കുഞ്ഞോ, എന്തോ ഉമ്മ കരയല്ലേ? അതെ, ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീർ അവൻ തുടച്ചു കൊടുത്തു. കരയല്ലേ? രണ്ടാളും പുഞ്ചിരിച്ചിരുന്നേ. മോനെ മതിയാടാ ഫോട്ടോ ഒക്കെ എടുത്തത്, മതി, സന്തോഷിക്കണ്. എൻ്റെ കുട്ടിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവും. ഉമ്മാൻ്റെ കുട്ടിയെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉമ്മാൻ്റെ കുട്ടിക്ക് പഠിച്ച ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യും കേട്ടോ. എപ്പോഴും ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കുട്ടി നോക്കിയിട്ടുള്ളൂ, ഒരിക്കലും ഒരു ദുഃഖം തന്നിട്ടില്ല. റബ്ബേ അല്ലാ, എൻ്റെ കുട്ടി ഫസി ഉണ്ടായതിന് ശേഷം കുറേ ഇവിടെ അവസാനം ഉണ്ടായ കുട്ടിയാണ്. അതിന് മുമ്പ് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ മരിച്ചു പോയതാണ്, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി. പിന്നെ ഫസീലുണ്ടായി, പിന്നെ ഇപ്പോൾ അതിൻ്റെ ശേഷം കുറേ ഒടുവായപ്പോഴുണ്ടായ കുട്ടിയാണത്. ഏതായാലും ഓനാണ് ഞങ്ങളെ നല്ലോ നോക്കണത്. പഠിച്ചോനെ അല്ലാ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനേ. ആ ഉമ്മക്കും ഉപ്പക്കും തണലായിരുന്നു കുഞ്ഞു. എന്നാൽ അങ്ങനെ അതാ അവർ ഫോട്ടോ എല്ലാം എടുത്തു, അവർ ഒരുമിച്ച് നിൽക്കുന്ന സെൽഫിയും എടുത്തു. എന്നാൽ ഞാൻ ഇത്തേ വിളിക്കട്ടെ കേട്ടോ. ഫസിത്ത, എന്ത് മോനെ, ഇവിടെ വന്നേ, ഇവിടെ വരി, ഒരു ഫോട്ടോ എടുക്കാനാണ്. അല്ലാ, എന്ത് ഫാമിലി ഫോട്ടോ ആണോ? എന്നാ വാ, ഞാൻ എടുത്തുതരാം. അല്ല, അങ്ങനെ എല്ലാവരും ഒരുമിച്ച്. മോളെ ഒന്ന് വന്നാ, അതാ മോളെ കൊണ്ട് എടുപ്പിക്കാം. എന്നാൽ ഫസീലയും ഉമ്മയും ഉപ്പയും കുഞ്ഞും കൂടി ഫോട്ടോ എടുക്കുമ്പോൾ ഫസീല, മോനെ ഞാൻ അവൾ വിളിക്കട്ടെ, പാവല്ലേ, അവളും കൂടെ നമ്മളെ കൂട്ടത്തിൽ നിന്നോട്ടെ. എന്നാൽ പെട്ടെന്ന് കുഞ്ഞ് പറഞ്ഞു, എന്താ ഇത്, ഇതിപ്പോൾ കല്യാണം നിൽക്കാവൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നമ്മളെ ഫാമിലി ഫോട്ടോയിൽ അവൾ നിൽക്കുമോ ചോദിച്ചു നോക്ക്, നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അനക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ ആക്കി തരട്ടെ മോനെ. എന്ത് ഇത്ത? അല്ല ഒന്നുമില്ലേ, ഞാനതൊക്കെ ആക്കി തരാം കേട്ടോ. എന്നാൽ അതാ ഒരു കള്ളച്ചിരിയോടെ കുഞ്ഞു ഇത്തയുടെ മുഖത്തേക്ക് നോക്കുള്ളൂ. ഇത്ത, നിങ്ങൾ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടോ. മോളെ ഫസീലയെ അതാ ഉമ്മ വിളിച്ചു. എന്തു ഉമ്മ? ഓനെങ്ങനെ ഫോട്ടോ എന്തൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ കുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാകട്ടെ. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞല്ലേ. എന്ത് കാര്യം ഉമ്മ? അല്ലേ, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഓനക്കും വേണ്ടൊരു എണതോണ. ഇതിങ്ങനെ ഒറ്റക്ക് നടന്നാൽ ശരിയാവോ? 10-23 വയസ്സേ ആയിട്ടുള്ളൂ, പറഞ്ഞിട്ടിപ്പോൾ എന്താ, എന്നാലും ഇപ്പോൾ 24 ആയി തുടങ്ങുന്നുണ്ട്, ഞമ്മക്ക് എങ്ങനെയെങ്കിലും ഒന്ന്. എന്നാൽ പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട, കുറച്ച് ചെയ്യട്ടെ. എടാ അങ്ങനെ പറയല്ല ഉമ്മാൻ്റെ കുട്ടിയെ, ഉമ്മാക്ക് ഉപ്പാക്കും പ്രായമായതല്ലേ, ഓടെ അവസാനം ഉണ്ടായ കുട്ടിയാണ് ഇജ്ജ്. ഈ ഒരു നേരത്ത് ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ പറയില്ലേ, ഞമ്മക്ക് ഒന്നാണ്ട് കണ്ണുമ്പുമ്പോൾ അതൊരു റാഹത്തല്ലേ. എൻ്റെ കുട്ടി ഇങ്ങനെ പെണ്ണിട്ടാതെ നടന്നിങ്ങനെ ഈ ഒരു നേരത്ത് ഞങ്ങളെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ ഒരു ഖേദമായി തീരൂലേ. മോനെ, ഉമ്മാൻ്റെ കൈകൊണ്ട് ആ പെൺകുട്ടി ഒന്ന് പിടിച്ചുകൊണ്ട് ഒത്തുക്ക് കയറ്റണം, അത് വല്ലാത്തൊരു പൂതിയുണ്ട് ഉമ്മാക്ക്. അതാണ് പൂർത്തീകരിച്ച് തന്നാൽ വലിയ റാഹത്തേനു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കണ്ടമാനം സാധനം കൊണ്ടുവരുന്നുണ്ട്, കണ്ടമാനം ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട്, എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ റാഹത്താണ്. മാണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ വാങ്ങാനുള്ള കപ്പാസിറ്റിൻ്റെ കുട്ടിക്കുണ്ട്. എന്നാലും ഉമ്മാക്ക് ഇതൊന്നല്ല പൂതി, ഉമ്മാക്ക് പൂതിയുള്ളൊരു കാര്യമുണ്ട്. എന്തോ ഉമ്മ, എന്താണത്? എൻ്റെ കുട്ടീൻ്റെ കൈ കൊണ്ട് മഹർ ഉണ്ടായിക്കാണ്ട് ആ പെണ്ണിൻ്റെ കൗത്തിരുന്നാണ്ട്. ഏത് പെണ്ണിൻ്റെ? അല്ലേ, ഏതായാലും ഹയറായൊരു പെൺകുട്ടിയെ കിട്ടിയാൽ വലിയത് റാഹത്താണ് ഞമ്മക്ക്.
ശരിക്കും ഉമ്മയുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. പക്ഷെ അത് പറയുന്നത് മോശമല്ലെന്ന് കരുതിയിട്ട് ഉമ്മ അത് ഉള്ളിൽ വെച്ചു. ഉമ്മാൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉമ്മ ചോദിക്കുന്നു. എന്നാൽ ഉപ്പ പറഞ്ഞു, അവൻ്റെ മനസ്സിൽ തോന്നിയത് നമുക്ക് ഹൈറാണെങ്കിൽ നടത്തി കൊടുക്കാലോ, അതിനിപ്പോൾ എന്താ ബേജാറ്, ഇൻഷാ അല്ലാ. ഉപ്പാൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഹേയ് ഉപ്പ, അങ്ങനെയൊന്നുമില്ല. എന്താ എൻ്റെ ഉപ്പ, എനിക്ക് അവിടെ സമയം. അല്ല മോനെ, മൊബൈലും കടിക്ക് കുറേ പെൺകുട്ടികളൊക്കെ വരുന്നതല്ലേ, അവിടെ അപ്പുറത്ത് ഒരു കോളേജുണ്ട്, സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിനല്ലോ. അവിടെ വെച്ചാണ് നമ്മളെ പുത്തൻ വീട് തറവാട്ടത്തെ നുസൈബാനെ ഷാമോൻ കണ്ടതും കെട്ടിയതും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വരുന്നുണ്ടോ, ഉണ്ടാവുമല്ലോ. ഇക്ക നിങ്ങളൊന്നും മിണ്ടാ എന്നാണ്, ഓനതിമക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതെന്താടി? അല്ലേ, നല്ല കുട്ടികളും ഒഞ്ചത്തി കുട്ടികളും ഓനക്ക് പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ ഓൻ നോക്കിക്കോട്ടെ, നമുക്ക് തൃപ്തിയല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നിക്ക നിങ്ങളൊന്നും പറയല്ലിപ്പോ. എന്താടി എനിക്ക്? അല്ലേ, അതൊന്നും ഇപ്പോൾ പറയണ, ഒന്നിപ്പോൾ ആലോചിക്കണം. ഓൻ അങ്ങനെ നോക്കൊന്നുമില്ല. ഓനിപ്പോൾ അതിൻ്റെ തിരക്കിൽ അത് നോക്കുക. ഓൻ അവിടെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ ഇപ്പോൾ ഓൻ മൊബൈൽ എടുത്ത് കൊടുക്കലും അതേപോലെ അത് അതിൻ്റെ പറഞ്ഞു കൊടുക്കലൊന്നല്ല ഓൻ്റെ പണി. ഓൻ അവിടെ മറ്റോടത്ത് ആണ് ഓൻ്റെ പണി. ഓ, അങ്ങനെ. അപ്പോൾ പിന്നെ പെൺകുട്ടികളൊന്നും കാണുന്നുണ്ടാവില്ലല്ലേ. ഏതായാലും ബാപ്പ സപ്പോർട്ടാ, എവിടുന്ന് കെട്ടിക്കൊണ്ടുവരാണെങ്കിലും. അത് കേട്ടപ്പോൾ ഉപ്പ ചിരിച്ചു. അല്ലടി, നമ്മളെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പെട്ടെന്ന് അത് കുഞ്ഞു പറഞ്ഞു, ആരും ഈ കാര്യത്തിൽ തല്ല് കൂടണ്ട എൻ്റെ പൊന്നുമ്മ ഉപ്പ. അതൊക്കെ ഇൻഷാ അല്ലാ പടച്ച റബ്ബ് വിധിക്കുന്ന സമയത്തുണ്ടാവും. ആ, അത് നേര്. അങ്ങനെ നമ്മൾ പഠിച്ചവന് വിധിക്കുമ്പോൾ ഉണ്ടാവും എന്ന് കരുതി കണ്ട് നമ്മൾ വെക്കാൻ പറ്റൂല. നമ്മളെ ഭാഗം കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം, നോക്കണം. നോക്കിയിട്ട് പഠിച്ചവൻ്റെ വിധിൻ്റെ നടക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം. എവിടെ പഠിച്ചവൻ വിധിച്ചിക്കണം പറയാൻ പറ്റില്ല. നമ്മളൊരു പണിയെടുക്കാതെ പഠിച്ചവൻ ഒക്കെ തിന്നാൻ തരുന്ന കുത്തിർന്നാൽ ശരിയാവില്ലല്ലോ. ഇല്ല, നമ്മളതിനെ മെനക്കെട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. എന്നാൽ ഫസീല, ഉമ്മ ഞാനവിടെ അപ്പുറത്ത് പോയി നോക്കട്ടോ, മിസ്രി മക്കളെയും കൊണ്ട് കളിക്കുകയാണ്. മിസ്രി, ആ ഇത്ത. മോളെ, ഞാൻ കുറച്ച് സമയം ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ സംസാരം കേട്ടിരുന്നു. ഓലെ കല്യാണക്കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചയാണ്. കല്യാണമല്ലേ, മാഷാ അല്ലാ, ഹയറായ പെൺകുട്ടിയെ കിട്ടട്ടെ. ആ അതന്നെ, നല്ലൊരു പെൺകുട്ടിയെ കിട്ടേ കഴിച്ചില്ലാടി. ഉമ്മാനും ഉപ്പാനും സ്നേഹിക്കുന്നവരാണോ, കുടുംബങ്ങളോട് നല്ല സ്നേഹമുള്ളവരാണോ, അങ്ങനെയൊക്കെയാണ് റബ്ബേ. ആക്കി എവിടുന്ന് കിട്ടുന്നു റഹ്മാനേ. മോളെ മിസ്രിയെ, നിന്റെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടോ? ഫസീലയുടെ ആ ഒരു ചോദ്യത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഫസീല ചോദിക്കുന്നത് അതാ മിസ്രി പെണ്ണിനെയാണ്, മിസ്രിയെയാണ് അവൾ ലക്ഷ്യമിടുന്നത്. എങ്കിൽ അവളോട് നേരിട്ട് ചോദിക്കുന്നത് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് പറഞ്ഞു, സത്യം പറയടി, എന്താ, ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പൊന്നിത്ത, എനിക്ക് അവരെക്കുറിച്ചൊന്നും ഇപ്പോൾ വലിയ ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും. അതൊക്കെ എവിടെയാണെന്ന് ഒന്നും എനിക്കറിയില്ല സത്യമായിട്ടും. ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലൊക്കെ അല്ലേ. കുഞ്ഞുനല്ലേ? ശരിക്കും അവളുടെ ആ ഒരു വാക്കിൽ അതെന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് ഫസീലക്ക് തോന്നി. മോളെ സത്യം. എന്നാൽ ഈ സമയം അതാ അങ്ങോട്ട് കുഞ്ഞു കടന്നു വരുന്നു. ഫസിത്ത, ആ എന്താടാ? അല്ല, അത് പാകമാണോ? എന്ത്? അല്ലേ, ഞാൻ കൊണ്ടുവന്ന പർദ്ദ. ആരുടെ? ഉമ്മയും ഉപ്പയൊക്കെ ഓക്കെയാണല്ലോ, ഉമ്മക്കുപ്പൊക്കെ. ഇത്തയുടേത്? ആ, ഇത്തയുടേത് എന്നാണോ ചോദിച്ചത്? അതോ ഞാൻ പറയണോ? എന്ത് ഇത്ത, നിങ്ങളെന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഞാൻ വരില്ല. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് എന്നോട് ഷാമോന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയിക്കുന്നുണ്ട്, സാലറി ഒക്കെ തന്ന സമയത്ത് ഞാനങ്ങനെ വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഇത്ത തെറ്റിദ്ധരിക്കണോ എന്നെ? കൊച്ചു കള്ളാ, നിൻ്റെ മുഖത്ത് ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താ ഫസിത്ത, പ്ലീസ്, അവർ കേൾക്കൂട്ടോ. എന്താ കേട്ടോട്ടെ, അതിനെന്താ? സത്യം പറയടാ മോനെ, പാകമാണോ ചോദിച്ചത് അവളുടേതല്ലേ? സത്യം പറ. അല്ല, എല്ലാവരുടേതും. കാരണം പാകമായില്ലെങ്കിൽ മടക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ പൊന്നാര കുട്ടിയെ, ഇത്രയും കാലം എനിക്ക് ഇതൊക്കെ എടുത്തൊക്കെ തന്ന് ഒക്കെ ഓക്കെയാണ്, അതൊന്നൊരു കുഴപ്പമില്ല. മിസ്രിക്കും നീ എടുത്തു അല്ലേ? പക്ഷേ മാഷാ അല്ലാ, അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കുന്നുണ്ടോ. എന്താ ഇത്താ? ഒന്നുമില്ലടാ, കറക്റ്റ് സൈസ്. അല്ലടാ, നീ എങ്ങനെ ഇത്രയും കറക്റ്റ് സൈസ് അവൾക്ക് കണ്ടുപിടിച്ചത്? ശരിക്കും അതാ കുഞ്ഞുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഏയ് ഇത്ത, അങ്ങനെയൊന്നും പറയില്ലേ. ഞാനത് എന്താ മോനെ, എന്നോട് തുറന്ന് പറഞ്ഞൂടെ നിനക്ക്? തുറന്ന് പറഞ്ഞൂടെ ഇത്ത? ഞാൻ
എന്നാൽ അവൻ ഒന്നും പറയാതെ മുകളിലേക്ക് പോയി. അവൻ്റെ റൂമിൽ കിടന്ന് ഒരു നിമിഷം അവൻ ഓരോന്ന് ചിന്തിച്ചു പോയി. എന്നാൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് പർദ്ദയണിഞ്ഞ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മിസ്രിയായിരുന്നു. മിസ്രി, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പെണ്ണേ, സത്യമായിട്ടും. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് നീ അങ്ങ് കടന്നുപോയി. ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് മറക്കാൻ കഴിയണില്ല. ശരിക്കും കുഞ്ഞുവിൻ്റെ ആ മനസ്സിലെ ആഗ്രഹം. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. എടാ, പഠിച്ചവന് സ്വപ്നം കാണാൻ സമ്മതിക്കില്ല. തുറക്ക കുട്ടി. അവൻ വാതിൽ തുറന്നു. ഇത്ത എന്തേ? അതെ, മിസ്രി പർദ്ദ ഇട്ടിട്ടുണ്ട്, കാണണമെങ്കിൽ പോര്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, അവളെ കൊണ്ട് ഒന്നും കൂടി ഞാൻ ഇടിപ്പിച്ച് ഉമ്മാൻ റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഉമ്മയും ഉപ്പയൊന്ന് കണ്ടോട്ടെ, വേണമെങ്കിൽ പോര്, ഇറങ്ങി വാ ഊരിയിടുന്നതിന് മുമ്പ്. അല്ലാ ഇത്ത, എന്തെങ്കിലും വിചാരിക്കൂലേ? അല്ല, നീ ചോദിച്ചില്ലേ പാകമാണോന്ന്, അതേ ഞാൻ പറഞ്ഞത്. ഇത്ത, അത് പ്രശ്നമാവോ? ഞാൻ ആര് പറഞ്ഞു പ്രശ്നമാവെന്ന്? നീ വന്നേ, വാ. അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവർ കോണിപ്പടി ഇറങ്ങി. അതെ, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും റൂമിലുണ്ട് അവൾ, അറിയാതെ അങ്ങോട്ട് ചെന്ന് നോക്ക്. ഫസീല ശരിക്കും എന്താ അവൾ തമ്മിൽ കാണണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവൾ അതിനു വേണ്ടി വഴിയൊരുക്കിയത്. കാരണം അവർ തമ്മിൽ കണ്ടാലല്ലേ സംഭവം എളുപ്പമാക്കാൻ പറ്റുള്ളൂ. എന്നാൽ കുഞ്ഞുവിനും നാണം തോന്നി. ഇത്ത മോശമാണ്, ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും റൂമിലേക്ക് അങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യമായി ഞാനത് കാണുന്നു. അവൾ മുഖം പോലും വെളിവാക്കാത്ത കുട്ടൻ. എൻ്റെ പൊന്നാര കുഞ്ഞോ, ഈ ഒന്ന് വന്ന് കണ്ടോ? എനിക്ക് പറ്റിക്കണേ, നമുക്ക് കല്യാണം ഉണ്ടാക്ക ചെക്ക. ഇത്ത, നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്നെ വെറുതെ നിങ്ങൾ മോഹിപ്പിക്കുകയാണ്. അല്ല മോനെ, സത്യമായിട്ടും എൻ്റെ മനസ്സിലത്തെ ആഗ്രഹമാണ് കേട്ടോ ഞാൻ പറയണത്. ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഈ സമയം ആ പർദ്ദയണിഞ്ഞ് ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മ അത് പിടിച്ചു നോക്കണ. നല്ല ചൊറുക്കുണ്ട് കേട്ടോ കുട്ടിക്ക് ഇതിട്ടിട്ട്, നല്ലോ പാകം. അല്ല, ഇത് പളമെങ്ങാനും എടുത്ത് കൊണ്ടേനു കുഞ്ഞു? ഇത്ര മട്ടത്തിന് കൈയൊക്കെ എന്തോ ഒരു ചൊറുക്ക് കാണാൻ, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ആയി വെളുവെളുത്ത് കൈ ഇങ്ങനെ കാണുമ്പോൾ മാഷാ അല്ലാ. ഉമ്മ, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ മോളെ? സത്യം പറഞ്ഞാൽ ഈ പർദ്ദ ഇടുമ്പോൾ എന്നെ കാണാൻ എന്തോ ഒരു ഭംഗിയാ മോളെ. അത് സത്യല്ലേ? ശരിക്ക് വീതിയും ഒക്കെ പാകം. കുറച്ചൊന്നൊരു വീതി കുറക്കണം എന്ന്. ഉമ്മ, ഞാൻ കുറക്കാറില്ല. പർദ്ദ വീതി കുറച്ച രസമില്ലല്ലോ. പർദ്ദ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടതല്ലല്ലോ, അതിങ്ങനെ ലൂസായിട്ട് കിടക്കല്ലേ നല്ലത്. മോൾക്ക് ഇനിയിപ്പോൾ എങ്ങനെ ആയാലും അത് വല്ലാത്തൊരു മൊഞ്ചനാണ്. എന്നാൽ പെട്ടെന്ന് ഫസീല, ഉമ്മ എന്തായി പർദ്ദ? മോളെ മിസ്രി, നല്ല ഭംഗിയുണ്ട് കേട്ടോ, മാഷാ അല്ലാ. ഒരു ഫോട്ടോ എടുക്കല്ലേ നമുക്ക് രണ്ടാക്കും? അല്ല, അതൊന്നും വേണ്ട. നിങ്ങൾ പോന്നാണേ, വാ മോനെ. എടാ പഠിച്ചോന്, കുഞ്ഞുണ്ടവിടെ? അവൾ ശരിക്ക് തട്ടം മുഖത്തേക്ക് ഇട്ടു. ഇല്ലേ, ഞാൻ പറഞ്ഞത് ഒരു ഫോട്ടോ എടുത്ത് തരുമോ ചോദിക്കണം. മോനെ വിളിക്കണം, മാളിൻ്റെ മേലേക്കാരം. അങ്ങനെ അതാ ഫസീല അവളുമായി നേരെ അതാ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. എടി സത്യമായിട്ടിട്ട് മാഷാ നല്ല ഭംഗിയുണ്ട് ഈ പർദ്ദയിട്ടിട്ട്. എന്നാൽ കോണിപ്പടികളിൽ നമ്മുടെ മോൻ കുഞ്ഞു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മിസ്സിന് പുറത്തേക്ക് വന്നതും ശരിക്കും അതാ അവളുടെ ആ ഒരു ഡ്രസ്സ് നോക്കി എന്നതിലുപരി അവളുടെ മുഖത്തേക്കാണ് അവൻ നോക്കിയത്. ഒരു നിമിഷം പഠിച്ചോനെ അല്ല എന്ന് പറഞ്ഞ് അവൾ മുഖം മറച്ചു. എങ്കിലും അതാ അവൻ കണ്ടു ബ്ലാക്ക് പർദ്ദയണിഞ്ഞ് അതിമനോഹരമായി നിൽക്കുന്ന മിസ്രിയെ. അതെ, അത് എനിക്കുള്ള പെണ്ണാണ്, എനിക്ക് മാത്രം. പഠിച്ചോനെ, നീ എനിക്കത് ഹലാലാക്കി തരുമോ? റബ്ബേ, എത്ര ഭംഗിയാണ് കാണാൻ, എത്ര മനോഹരമാണല്ലോ. പഠിച്ചോനെ, സത്യമായിട്ടും അത് എനിക്കുള്ളതായിരിക്കുമോ? അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ആ രാത്രിയും അവന് ശരിക്ക് ഉറക്കി കിട്ടിയില്ല. അല്ലാ. എന്നാൽ അതാ പിറ്റേന്ന് രാവിലെ തന്നെ കുഞ്ഞു ഷോപ്പിൽ പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഫസീല ഓടിപ്പോയി നോക്കി. അതാ ഷമ്മാസാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്. തൊട്ടപ്പുറത്ത് നിന്ന് അതാ ഐഷുമ്മയും ഇറങ്ങുന്നു. പഠിച്ചോനെ, കൊണ്ടുപോകാൻ വന്നതായിരിക്കും. മിസ്രിയേ, മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വരി ഷമന് കയറി ഇരിക്കി. ഇരിക്കൊന്നും വേണ്ട മോളെ, ഇനി ഓളെ കൊണ്ടുപോവാണ്. പൊറുതിയേടുമ്പോൾ പൊറുതിയേട്, എന്തോ ഒരു പൊറുതിയേട് ആ കുട്ടി കൊണ്ട് പോന്നിട്ട് എന്നോ.
ഐഷുമ്മ ആ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു വന്നത്. ഫസീല കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. അതെ, ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് നവാസ്കയുടെ കുഞ്ഞാണ്, എൻ്റെ നവാസ്കയുടെ ചോരയാണ്. മക്കളെ, നിങ്ങളെ അനിയനത വന്നിക്കണേ. മക്കൾ ഓടിയെത്തി. പഠിച്ചൻ ഉമ്മമ്മ ഉമ്മമ്മ എന്താ കൊണ്ടുവന്നത്? ഇതാ മക്കൾക്ക് എല്ലാം മുട്ടായൊക്കെ കൊണ്ടുവന്നിക്കണല്ലോ. വരി മക്കളെ. ഓ, ഞാനെടുക്കും കുഞ്ഞിനെ, ഞാനെടുക്കും. അവർ രണ്ടുപേരും തല്ല് കൂടാൻ തുടങ്ങി. പൊന്നാര മക്കളെ, കുട്ടീനെ എടുത്ത് നിങ്ങൾ തള്ളിയിടില്ലേ, ആ മടിയിൽ വെച്ച് തരാം, അവിടെ ഇരിക്കി. അങ്ങനെ അതാ മോനൂസിൻ്റെയും മോളൂസിൻ്റെയും മടിയിൽ ആയുഷുമ്മ കുറച്ച് നേരം വെച്ച് കൊടുത്തു. ഓ, താത്താനെയും കാക്കാനെയും കണ്ട് എന്താ ചിരിന്നോ. ഓ, മാഷാ അല്ലാ. എന്നാൽ ഫസീല കുഞ്ഞിനെ വാങ്ങി ഒരുപാട് ചുംബിച്ചു. ഓ പഠിച്ചോനെ, അല്ലാ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോളെ? ഉമ്മ, കുഞ്ഞിനെ ഞാൻ നോക്കട്ടെ ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമായിട്ടാണ്. എനിക്ക് തരുമോ ഉമ്മ കുഞ്ഞിനെ? ഇത് എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ, വാസ്കാൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനല്ലേ? മോളെ, അതൊക്കെ ശരി തന്നെയാണ്. പക്കെങ്കിലേ പെട്ടെന്ന് ആ പമ്പറന്നോളെങ്ങാനും കയറി വന്ന് കുട്ടിനെ മാണെന്നൊക്കെ പറഞ്ഞാൽ ഇനി വല്ല കേസൊക്കെ കൊടുത്താൽ അതതിലേറെ ഇടങ്ങാറേക്കാരം. ഇപ്പോൾക്ക് കുട്ടി തന്നെ ചട്ടിയൊന്നും മാണ്ടാത്തൊന്നും കാര്യമാക്കണ്ട. നമ്മൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരുങ്ങുകയാണെങ്കിൽ അത് കേസും കൊടുക്കും. ഏതായാലും എൻ്റെ പൊന്നാര പെണ്ണെ, എന്നോട് പറയാൻ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഏതൊക്കെ ഒന്നും പറയാൻ പറ്റൂലല്ലോ കേട്ടോ. ശരിക്കും ഫസീലക്ക് അത് ആ കുഞ്ഞിനെ വിടാൻ തോന്നില്ലായിരുന്നു. മോളെ മിസിരിയെ. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മോളെ, 2 ദിവസം ഇപ്പം ഇവിടെ നിന്നല്ലേ പോണ്ടേ? ഉമ്മ, അത് ഇവിടെ നിന്നൊരു സന്തോഷമാണ്. ഇത്താക്കൊക്കെ ഭയങ്കര ഇഷ്ടം. മോളെ, സത്യം പറഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടി പോകുന്നതിൻ്റെ ശേഷം ഒരു സമാധാനം എന്നല്ല, ഒരു എന്തൊക്കെയോ ഒരു കുറവ്. നുസിയും പറയുന്നുണ്ട്, ഉമ്മ ഓളെ കൊണ്ടുവന്നോളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓളുണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിക്ക്. അതുകൊണ്ട് തന്നെ ഉമ്മ ഇൻഷാ അല്ലാ ഞാൻ വരട്ടോ നിങ്ങളുടെ കൂടെ. കാരണം നുസിത്താക്കിനി കോളേജിലും പോകേണ്ടി വരും. പാവാണ് അവർ. കുഞ്ഞിനെയും കൊണ്ട് അവിടെ അപ്പാർട്ട്മെൻ്റ് എങ്ങാനും എടുത്ത് നിൽക്കുക എന്നുള്ള പ്ലാനിങ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഉമ്മ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഉണ്ടാവുമല്ലോ അവിടെ. എനിക്ക് കോളേജ് കിട്ടുവോളം ഞാൻ അവിടെ നിന്നോളാം. പിന്നെ അത്ര വലിയൊരു അർജൻറ്റൊന്നും ഇല്ല. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുടെ എപ്പോൾ വേണമെങ്കിൽ എനിക്ക് ജോയിൻ ആവുകയൊക്കെ ചെയ്യാം. ഉമ്മ, ഇൻഷാ അല്ലാ പോരാം. എന്നാൽ ഇത് കേട്ട ഫസീല, മോളെ മിസ്സിന് പോവുകയാണോ? അത് ഇത്ത പോട്ടെ, ഇൻഷാ അല്ലാ ഞാൻ പിന്നെ വരാട്ടോ. എന്നാൽ ഒരു നിമിഷം അതാ അവൾ കുഞ്ഞുവിനെ ഓർത്തു. ഇന്ന് കുഞ്ഞു വരുമ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും സ്ഥിതിയാവും. ഓൻ്റെ മനസ്സൊക്കെ നല്ലോണം പൂതിയുണ്ട്. സത്യമായിട്ട് എനിക്കറിയായിട്ടല്ല, ഓൻ്റെ വർത്താനം കാട്ടിക്കൂട്ടിലും കണ്ടാറ്. എന്നാലും ഓൾക്കുള്ള പർദ്ദയൊക്കെ ഓൻ കൊണ്ടുവന്നില്ലേ. അത് പറഞ്ഞു കൊടുക്കണ്ട. 23 വയസ്സായിട്ടുള്ളൂ. വീട്ടിലേക്ക് കൊടുന്നപ്പോൾ ഓൾക്കും കൊടുന്നു. അതും വലിയൊരു സന്തോഷം തന്നെയല്ലേ. ഓൻ അതൊക്കെ ഒരു കണ്ടറിഞ്ഞ് ചെയ്യുവേ. നല്ല കുട്ടിയാണ്. പഠിച്ചോനിഞ്ഞിൻ്റെ കുട്ടി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയാവും. എന്നാൽ അതാ അവർക്ക് ചായ കൊടുത്തു. ഷാമോൻ പറഞ്ഞു, ഉമ്മ പെട്ടെന്ന് പോകണമെങ്കിൽ ഷോപ്പിൽ പോകണ്ട്. ആയിക്കോട്ടെ മോനെ. മിസിരിയെ, മോളെ മാറ്റിക്കോ. അവൾ പെട്ടെന്ന് കുളിച്ച് മാറ്റി. എന്നാൽ ഫസീല കരഞ്ഞു. മോള് പോവുക? ഉമ്മ, ഉപ്പ, ഞാൻ പോയിട്ട് വരാട്ടോ. മോളെ, പോവുകയാണോ? എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. അതെ, ആ ഉമ്മ അവളെ ചുംബിച്ചു. ഉപ്പാക്കും സലാം പറഞ്ഞു അവൾ. ഉപ്പ പോട്ടെ കേട്ടോ. മോളെ വരി കേട്ടോ. ഇടക്കും തലക്കൊക്കെ ഒന്ന് വരി. അതൊരു പൂതിയാണ് കാണുന്നത്. ആയിക്കോട്ടെ ഉപ്പ, ഉമ്മയോടും പറഞ്ഞു. എന്നാൽ അതാ ഐഷമ്മ പറഞ്ഞു, ഞങ്ങൾ പോയി വരട്ടെ മക്കളെ. അവൻ്റെ കുട്ടികൾ പോരന പരിക്ക് പോരി. ഫസിയെ, ഞാൻ കുട്ടികളെ കൊണ്ടുപോകാനടി. ഓല് വല്ലാതെ പൂതി വെച്ചിക്കണേ. കുട്ടീനെ ഇങ്ങനെ തൊട്ട് കുഞ്ഞ് നിൽക്കുകയാണ്. ഓല് പോന്നോട്ടെ. പഠിച്ചോനെ, അപ്പോൾ ആരെവിടെ ഉണ്ടാകുക? അല്ല, ഇജിപ്പോൾ തൽക്കാലം നിങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ കൊടന്നാക്കി തന്നോളൂ ഷാമോനെ. പോരക്കളെ. അങ്ങനെ അതാ അവരും ഷമ്മാസിൻ്റെ വണ്ടിയിൽ കയറി. മിസിരിയെ പറഞ്ഞു, ഇത്ത അവർ പോന്നോട്ടെ, സന്തോഷമേ ഉള്ളൂ, ഞാൻ നോക്കിക്കൊണ്ട് മക്കളെയൊക്കെ. മിസിരിയ അതാ അവരെയും വണ്ടിയിലേക്ക് കയറ്റി. കുഞ്ഞിനെ എടുത്തതൊക്കെ അവൾ തന്നെയാണ്. എന്നാൽ അത് കണ്ട് ഫസീല കരഞ്ഞുപോയി. മിസിരിയെ, മോള് പോവാല്ലേ? ഇനി എപ്പോഴും വരിക? ഇത്ത വരണ്ടേ? കരയല്ലേ? മോളെ, സത്യം പറയട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണടി. ഒരുപാട് സത്യമായിട്ടും എനിക്ക് നീ എൻ്റെ ആരൊക്കെ ആയി തീർന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ഇത്ത, ഇൻഷാ അല്ലാ ഞാൻ വരാട്ടോ, വൈകാതെ തന്നെ. അങ്ങനെ അതാ അവർ പോയി. ശരിക്കും ഫസീല സങ്കടപ്പെട്ടു. മോളെ, ഉമ്മ പറഞ്ഞു, നമ്മളിപ്പോൾ 1-2 ദിവസമൊക്കെ എവിടുന്നെങ്കിലും ആരെ കിട്ടിക്കണ വിചാരിച്ചാൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമോ? പൂതിക്ക് 2 ദിവസം നിന്നില്ലേ, അത് മതി. ഇനി ഇൻഷാ അല്ലാ അള്ളാൻ്റെ വേണ്ടുക ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാലോ. പിന്നെ
കാണണം എന്ന് വെച്ചാൽ പോയി കാണും ചെയ്യുക. അങ്ങനെ ഇടങ്ങാറാണ് ഇപ്പം എന്തിനാ ഉമ്മ. സത്യമായിട്ടും 2 ദിവസം നിന്നപ്പോഴേ അവൾ നമ്മൾ ആരൊക്കെയോ ആയിപ്പോയി. എനിക്കൊരു സ്വന്തം അനിയത്തി പോയ പോലെയാണ് തോന്നുന്നത്. മോളെ ഇൻഷാ അള്ളാ അതൊക്കെ ശരിയായിക്കോളും. അല്ലെങ്കിൽ ചില സ്വഭാവം കണ്ടാൽ പിന്നെ അങ്ങനെ തന്നെ ഞമ്മക്ക് പിന്നെ അതിങ്ങനെ മനസ്സിക്ക് വരും. ഓരോരുത്തരൊക്കെ പഠിച്ചവൻ കൊടുക്കണ ഒരു സ്വഭാവ ഗുണം തന്നെയാണ്. ഏതായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഹൈറാണെങ്കിൽ ഞമ്മക്ക് തന്നെ കുട്ടീനെ കിട്ടട്ടെ. ഉമ്മ അത് പറഞ്ഞു. എന്നാൽ ഈ സമയം അതാ മിസിരി ഷമ്മാസിൻ്റെ കാറിൽ പോകുമ്പോൾ അവൾ ഓർത്ത് ഒരേ ഒരു മുഖം. അതെ, അതായിരുന്നു. എന്തായിരിക്കും നമ്മുടെ മിസിരി ഓർത്തത്? ആരുടെ മുഖമായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ആരെയാണ് മിസിരി കാത്തിരിക്കുന്നത്? ആരെയാണ് ഓർത്തത് എന്ന് കമൻ്റ് എഴുതണം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് സുഖമില്ല, തലവേദനയാണ്, പനിയാണ്, ജലദോഷം, തൊണ്ടവേദന ഒക്കെ പറഞ്ഞ സമയത്ത് പഠിച്ചോനെ സൽവ സ്റ്റോറീസിൽ ആ സ്റ്റോറി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിന് എത്ര കമൻ്റാണ് വരുന്നതെന്ന്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം പഠിച്ചോനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് നമുക്ക് വേണ്ടി, അല്ലേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളാണ്. പനി ഷിഫയാകട്ടെ, അസുഖം പെട്ടെന്ന് ഷിഫയാക്കട്ടെ, ഡോക്ടറെ അടുത്തേക്ക് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കേട്ടോ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അത് കണ്ടിട്ട് തന്നെ പറയാം. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഇങ്ങനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അവർ ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് ഷിഫ നൽകട്ടെ. ആമീൻ. എന്തൊക്കെ തന്നെയാലും നമ്മൾ വലിയൊരു കുടുംബമാണല്ലോ. ഏകദേശം 10,000-40,000 ആളുകൾ നമ്മുടെ സ്റ്റോറി കാണുന്നുണ്ട്. കാരണം എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ. നമ്മളിതിൽ ഒരാൾ ആമീൻ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ 40,000 ആളുകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആരെങ്കിലും ഒരാളുടെ ആമീൻ അള്ളാഹു സ്വീകരിച്ചാലോ നല്ല രീതിയിൽ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ കഥ കേൾക്കുന്നവരിൽ. അപ്പോൾ അവരുടെ ആ ഒരു അള്ളാഹു നൽകിയ ആ ഒരു ഫലം കൊണ്ട് നമുക്ക് അവരുടെ പ്രാർത്ഥന ഒരു പക്ഷേ അള്ളാഹു സ്വീകരിച്ചാലോ. അപ്പോൾ നമ്മളെല്ലാവരും ആമീൻ പറയണം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ, നമ്മുടെ കുടുംബത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർത്ത് കൊടുക്കട്ടെ. അതുപോലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഒരു കാലമാണല്ലോ അല്ലേ. ഒരുപാട് കുട്ടികൾ പാമ്പ് കടിയേറ്റ് മരിച്ചു, യുവതി പാമ്പ് കടിയേറ്റ് മരിച്ചു, അങ്ങനെ ന്യൂസ് കേൾക്കുന്നതാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അത് നമ്മളെപ്പോഴും ചൊല്ലിയാൽ അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും നമ്മൾ കാവലിനെ ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, അങ്ങനെയൊക്കെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. കാരണം നമ്മുടെ മക്കൾ തന്നെ പുറത്തൊക്കെ എപ്പോഴും കളിക്കുന്ന മക്കളാണ് അല്ലേ. അപ്പോൾ അവരൊന്നും പിടിച്ചാൽ കിട്ടൂല. അവർ കാട്ടിലായിട്ടും പുറത്തായിട്ടും അങ്ങനെയൊക്കെ അവർ ഓടിച്ചാടി നടക്കുന്ന മക്കളാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.